ഹായ്, ഞാൻ അശ്വതി. നമുക്ക് നമ്മോട് എങ്ങനെ പോസിറ്റീവായിട്ട് സംസാരിക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ പറയുന്ന ചില കാര്യങ്ങളിൽ ചില മാറ്റം വരുത്തിയാൽ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? അത് വിശ്വസിച്ചവരാണ് നമുക്ക് മുന്നേ ജീവിതത്തിൽ വിജയിച്ചവർ. അപ്പോൾ ഞാനും അത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് പതുക്കെ പതുക്കെ അത് ശീലമാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എന്തൊരു കാര്യം എടുക്കുമ്പോഴും എനിക്കൊരു നെഗറ്റീവ് തോട്ടാണ് ഫസ്റ്റ് വരാറ്. അത് നമ്മളിൽ പലർക്കും അങ്ങനെ ആയിരിക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല. ചില ചുറ്റുപാടുകളിൽ ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു നെഗറ്റിവിറ്റി വരുന്നത്. അത് ഒന്ന് ഒഴിവാക്കിയാൽ നമുക്ക് പോസിറ്റീവ് ചിന്തയിലേക്ക് വരാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പലപ്പോഴും ഞാൻ ഡ്രൈവിങ്ങിൽ പോകാനായിട്ട് തുടങ്ങുന്നതിന് മുൻപ് എപ്പോഴും വിചാരിക്കുന്നത്, ഈ വണ്ടി എങ്ങനെയാണ് രണ്ട് വീലിൽ ഇങ്ങനെ പോകുന്നത്, പെട്ടെന്ന് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റില്ലേ, വേറെ വണ്ടി വരുമ്പോൾ അതെങ്ങനെയാണ് സൈഡ് കൊടുക്കാൻ പറ്റുന്നത്, നമ്മൾ തട്ടി വീടില്ലേ, അങ്ങനെ ഒരു നെഗറ്റിവിറ്റി എപ്പോഴും വരാറുണ്ട്. അതുപോലെ തുടങ്ങി പല കാര്യങ്ങളിൽ വരാറുണ്ട്. ഇപ്പോൾ ഒരു പാരൻസ് മീറ്റിങ്ങിന് പോകുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഒരു സജഷൻസ് എണീറ്റ് നിന്ന് പറയാൻ പറയുമ്പോഴും നമ്മൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ, എന്തൊരു കാര്യത്തിലും സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാനായിട്ടൊരു കോൺഫിഡൻസ് കുറവ്, തെറ്റുമെന്നുള്ളൊരു ഭയം, ഇതൊക്കെ എന്നെ പോലുള്ള ഒരുപാട് പേരെ ചിലപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. അതൊക്കെ മാറ്റി നിർത്തിയാൽ മാത്രമേ നമുക്കും ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേക്കുള്ളൊരു വഴിയാണ് ഫസ്റ്റത്തെ നമ്മുടെ ഇമോഷണൽ സ്ട്രെങ്ത്ത്. അപ്പോൾ ഇമോഷണൽ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് ഒരു വെറും വാക്കല്ല, ശരിക്കും നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് കേൾക്കുമ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരായിരിക്കാം. പെട്ടെന്ന് എന്തെങ്കിലും വിഷമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നവരായിരിക്കാം, ഭയങ്കരമായിട്ട് ടെൻഷൻ വരുന്നവരായിരിക്കാം. പക്ഷേ അതിലൊക്കെ ഒരു ബാലൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഒരു പോസിറ്റീവ് ചിന്തയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ അല്ലേ. പലപ്പോഴും പലതരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കത് തരണം ചെയ്യാൻ സാധിക്കില്ല. ചില സമയത്ത് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കാത്ത തരത്തിൽ നമ്മളെ വികാരങ്ങൾ നമ്മളെ ശക്തി തന്നെ ഇല്ലാതാക്കും. അപ്പോൾ അവിടെ വരുന്നതാണ് ഐ ആം സ്ട്രോങ്ങർ ദാൻ മൈ ഫീലിങ്സ്. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ഫീലിങ്സിനേക്കാളും ശക്തരാകണം. അതുപോലെ തന്നെ ഭയങ്കര സങ്കടം വരുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം, ഈ നിമിഷവും കടന്നു പോകും, നമുക്കും എന്ത് വരാനുണ്ട്, നമുക്കും നല്ലൊരു നാളെ വരാനുണ്ട് അല്ലേ. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരുന്ന ഒരു സമയത്ത് നമുക്ക് തോന്നുന്നത് എന്താണ്, ഈ ഒരു ടെൻഷൻസ് പോയി നമുക്ക് എന്ത് വേണം, ഒരു സമാധാനം വേണം. അതൊരു ദീർഘനിശ്വാസം ഇട്ടതിന് ശേഷം നമുക്കത് വരാൻ സാധിക്കുള്ളൂ. എപ്പോഴും എന്തൊരു ടെൻഷൻ വരുമ്പോൾ ഒരു ദീർഘനിശ്വാസത്തോടു കൂടി അതിനെ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് വിവേകത്തോടു കൂടി ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇമോഷണൽ കൺട്രോളും ഞാൻ മാത്രം മതി, അതുപോലെ തന്നെ ഞാൻ ആണ് സേഫ്, ഞാനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. താങ്ക് യു.